എന്നാൽ വചനം നമ്മളോട് പറയുന്നത് പോലെ ഇടവിടാതെ സ്തോത്രം ചെയ്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിമിത്തം അവനെ സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിൽ കൂടി ദൈവനാമം മഹത്വം എടുക്കുവാനിടയായി തീരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ അനവധി നന്മകളും വാഗ്ദത്തങ്ങളും അത് ഒരിക്കലും നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഇന്നുവരെയുള്ള ജീവിതത്തിൽ കർത്താവ് അത് നൽകി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആകയാൽ ആ ദൈവത്തെ നമുക്ക് വീണ്ടും നന്ദിയോടെ സ്തുതിക്കാം. ഒരു വേദഭാഗം കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് വാഴ്ത്താം. 138-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് എന്തെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു സമയം പോക്കിന്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാനോ ഒന്നും ദാവീദ് ശ്രമിക്കാറില്ല. ദൈവത്തെ ആരാധിക്കുവാൻ താൻ ആഗ്രഹിച്ചാൽ രാജവസ്ത്രം പോലും താൻ ഉരിഞ്ഞു വെച്ച് ദൈവത്തെ ആരാധിക്കും. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയം സന്തോഷിച്ചതിൻ്റെ കാര്യം ദൈവവുമായുള്ള ആ ബന്ധവും ദൈവിക ആലയത്തിൽ നിന്ന് ലഭിക്കുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും തൻ്റെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ നാളിതുവരെ സഹായിച്ചത്, തന്നെ രാജാവെന്ന സ്ഥാനത്തേക്ക് നിയമിച്ചത്, അഭിഷേകം ചെയ്തത്, തന്നെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്, ഇതൊക്കെ ദൈവമായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ താൻ അത് പൂർണ്ണമായി പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം. നാം ഓരോരുത്തരും ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ദൈവനാമ മഹത്വപ്പെടണം. ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. 138-ാം സങ്കീർത്തനത്തിൽ താൻ ഇപ്രകാരം പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും, ഒരു ഗ്ലാസ് തണ്ണീർ എങ്കിലും നമ്മൾ കുടിക്കാൻ കൊടുത്താൽ അതുപോലും വില കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു സ്തോത്രമെങ്കിലും സ്തുതിയെങ്കിലും നമ്മൾ അർപ്പിച്ചാൽ, ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ, കർത്താവിനെ ഘോരഘോരം പ്രസംഗിച്ചാൽ, കർത്താവിന് വേണ്ടി പ്രവചിച്ചാൽ, അങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം പൂർണ്ണ മനസ്സോടെ അത് ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവികമായ വിടുതലുകൾ നാം ചോദിക്കാതെയും പറയാതെയും ദൈവത്തോട് അപേക്ഷിക്കാതെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എത്രയെത്ര സന്ദർഭങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവമക്കളായവരുടെ ജീവിതത്തിൽ അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ സംസാരിക്കുന്നത്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം ദൈവം വില കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും കൊള്ളാം, തീയതായാലും കൊള്ളാം, അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. അപ്പോൾ എന്ത് ചെയ്താലും അതിനെല്ലാം പ്രതിഫലമുണ്ട്. പ്രതിഫലമില്ലാതെ ദൈവം ആരെയും വെറുതെ വിളിക്കാറില്ല. പുതിയ നിയമത്തിൽ കർത്താവ് ചിലരെ വിളിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പല സമയത്തും പല സന്ദർഭത്തിലും സാഹചര്യത്തിലും ഒക്കെയാണ് അവരെ വിളിച്ചതെങ്കിലും ദൈവം അവർക്ക് കൊടുത്തതായ പ്രതിഫലത്തിന് വിലയുള്ളതാണ്. അപ്പോൾ വെറുതെ ആരെയും ദൈവം വിളിക്കാറില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൂതന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരായവരെ ദൈവം ഏൽപ്പിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മളത് ചെയ്യുവാൻ ഇടയായി തീരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചിലര് നിർബന്ധത്താലാണ്, ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ലഭിക്കുവാനാണ്. പ്രശസ്തി, പദവി, സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ ലഭിക്കുവാൻ വേണ്ടി ആരും ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് ചോദിച്ചിട്ടല്ല ദൈവം ആരെയും ഓരോ സ്ഥാനങ്ങളിൽ ആക്കിയതെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന്, പല സന്ദർഭങ്ങളിൽ നിന്നും ദൈവവുമായി യാതൊരു കുലബന്ധവും ഇല്ലാതിരുന്ന
പലരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർ അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്നാൽ അവർ ദൈവനാമത്തിന് വേണ്ടി വില കൊടുത്തതിൻ്റെ പ്രതിഫലം നമുക്കാർക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച അവരൊന്നും മനസ്സില്ലാ മനസ്സോടെയല്ല അതൊക്കെ ചെയ്യുവാനിടയായി തീർന്നത്. ഈർച്ചവാളാൽ അറക്കപ്പെട്ടപ്പോഴും, സിംഹത്തിന്റെ ഗുഹയിൽ അടച്ചപ്പോഴും, അഗ്നിയുടെ നടുവിലിട്ടപ്പോഴും അവരെല്ലാം പൂർണ്ണ മനസ്സോടെയായിരുന്നു അതെല്ലാം ചെയ്യുവാനിടയായി തീർന്നത്. അത് അവരുടെ ഹൃദയത്തിലേക്ക് അവർ സ്വീകരിക്കുവാനിടയായി തീർന്നത് ആരുടെയും നിർബന്ധത്താലല്ല, ആരുടെയും പ്രശസ്തിയോ പദവിയോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും കിട്ടുവാൻ വേണ്ടിയല്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി അവർ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. നമുക്കെല്ലാവർക്കും അറിയാം അതിന് നല്ല മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ ഇഷ്ടം താൻ ചെയ്തപ്പോൾ, അതെല്ലാം പൂർത്തിയാക്കിയപ്പോൾ സകലവും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ സകല ഉത്തരവാദിത്വങ്ങളും തന്നെ ഏൽപ്പിച്ചത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ താനത് ചെയ്യുവാൻ ഇടയായി തീർന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ഒരു വ്യക്തിയല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഒരു വ്യക്തിയല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. സ്വർഗത്തിലെ ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം. ഒരു പ്രസ്ഥാനമല്ല, ഒരു സംഘടനയല്ല, ആമേൻ, ഒരു നേതാവുമല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ആമേൻ, അത് നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അവരുടെ മുൻപാകെ, ഹല്ലേലൂയ, ആരുടെയും മുൻപിൽ യാതൊരു ലജ്ജയും കൂടാതെ, യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പൂർണ്ണ മനസ്സോടെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതുകൊണ്ട് ദാവീദ് പറയാൻ, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം, നമ്മൾ പൂർണ്ണ മനസ്സോടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിന്നാൽ, പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം സ്വർഗത്തിലെ ദൈവം അവന്റെ നാമത്തിന് മഹത്വം വരുമാറ് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുവാൻ തക്കണം ഇടയായി തീരും. ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം, പൂർണ്ണ ശക്തിയോടെ ആയിരിക്കണം, പൂർണ്ണ ആത്മാവോടെ ആയിരിക്കണം. എത്ര പേർ ആ നിലയിൽ ചിന്തിക്കുകയും ആ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്? ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഭാഗികമായിട്ട് കർത്താവ് ഏൽപ്പിച്ചത് ഭാഗികമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ ഒരു തീരുമാനമെടുക്കണം. കർത്താവെ, ഞാൻ ഇതുവരെ ചെയ്തത് ആരുടെയൊക്കെയോ താല്പര്യപ്രകാരമാണ്, ആർക്കൊക്കെയോ വേണ്ടിയാണ്. എന്നാൽ എൻ്റെ പൂർണ്ണ മനസ്സോടെ സ്വർഗസ്ഥനായ എൻ്റെ ദൈവത്തിൻ്റെ ആമേൻ നാമമഹത്വത്തിന് വേണ്ടി സകല ദേവന്മാരുടെയും സകല മനുഷ്യരുടെയും സംഘടനകളുടെയും പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരുടെയും ഈ ഭൂമിയിലുള്ള സകലരുടെയും മുൻപാകെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. ഏത് പ്രതിസന്ധി വന്നാലും കൊള്ളാം, ഏത് ഞെരുക്കങ്ങൾ വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും എൻ്റെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാനത് ചെയ്യുമെന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവ് കാക്കുവാനിടയായി തീരും. ആ നല്ല കർത്താവിനെ നമുക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.